തൊഴിലുറപ്പ് പദ്ധതി 2025 എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ വലിയ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണെന്ന് പട്ടികജാതി വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2023-24 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മഹാത്മാ പുരസ്കാരം ലഭിച്ച അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന് പൗരാവലി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആനയിച്ച് ഓടത്തിൽ പീടിക കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വലിയ ഒരു ദാരിദ്ര്യം തന്നെ നമ്മുടെ രാജ്യത്ത് തുടച്ചു നീക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. പ്രത്യേകിച്ച് ഇത് കേരളത്തിൽ നമ്മൾ ഓരോ വീട്ടിൻ്റെ കാര്യങ്ങളും എല്ലാ രീതിയിലും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ UP ഒരു വീട്ടിലുള്ള ചെലവാണോ കേരളത്തിലൊരു വീട്ടിൽ ചെലവ്? അല്ല. ഓരോരോ ജില്ലയിലും നമ്മുടെ വീട്ടു ചെലവുകൾ കൂടുതൽ നമ്മൾ കേരളക്കാർക്ക് എന്താ പറയുക, നമ്മൾ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് കേരളക്കാർ. ഉപഭോഗ സംസ്കാരം അറിയാലോ, എന്ത് കണ്ടാലും വാങ്ങുന്ന ആൾക്കാരാണ് ഈ കേരളക്കാർ. 10 റുപ്യൻ്റെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് 100 റുപ്യക്ക് മുടക്കിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അറിഞ്ഞില്ലേ? പഞ്ചായത്തിൽ കുമ്മായി കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കുമ്മായത്തെ എത്ര പൈസ? 80 റുപ്യ 85 റുപ്യ. അത് മേടിക്കാനായിട്ട് 150 റുപ്യ മുടക്കിയിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ശരി, നക്കറില്ല. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം. എന്ത് കണ്ടാലും നമ്മൾ മേടിക്കും. അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ P. ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ M. രമേശൻ, മോഹനൻ മാസ്റ്റർ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ TV സീത ടീച്ചർ, K. ബാബുരാജ്, KK ജയരാജൻ മാസ്റ്റർ, മാമ്പറത്ത് രാജൻ, CP അനസ് മാസ്റ്റർ, TP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു.